ഹലോ, അപ്പോൾ ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ് കേട്ടോ. വൈകുന്നേരം ഒരു 5 മണിക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഉറങ്ങിയിട്ട് ഇതാ തുണികൾ എടുക്കാൻ പോയി. പപ്പടം പോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ തുണികൾ, കാരണം അത്രയ്ക്ക് വെയിലായിരുന്നു. അപ്പോൾ തുണികളൊക്കെ ഇതാ കുറേയൊക്കെ മുന്നിലും കുറേയൊക്കെ ബാക്കിൽ അവിടെ ഇവിടേക്ക് ആയിട്ട് ഇട്ടിട്ടുണ്ട്, കാരണം എല്ലാവരുടെ ഡ്രസ്സുള്ളതുകൊണ്ട് സ്ഥലമില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, മറ്റേ കിണറിൻ്റെ അതിമയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിഞ്ഞപ്പം മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം വിഷുവൊക്കെ അല്ലേ വരുന്നത്, വിഷുവിൻ്റെ ദിവസമൊന്നും അങ്ങനെ അടിച്ചു വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം പിന്നെ അമ്മയാണ് ഇതൊക്കെ ചെയ്യാറ്. അമ്മയ്ക്ക് ഇപ്പോൾ ചെറുതായി കാലിനൊരു വേദനയുണ്ട്, കാരണം ആൾ നടന്നിട്ടാണ് ജോലിക്ക് പോകും. അപ്പോൾ ആൾക്ക് കാലൊന്ന് ചെറുതായി ഉളുക്കി. അപ്പോൾ അമ്മയാണ് ഇതൊക്കെ ചെയ്യാറ്. പിന്നെ അമ്മമാർക്ക് വയ്യാണ്ടായാൽ നമ്മളല്ലേ ചെയ്യേണ്ടത്, അപ്പോൾ അവർ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. മീൻസ് അടിച്ചു വാരലല്ല, അടിച്ചു വാരൽ വല്ലപ്പോഴൊക്കെ ചെയ്യാറുണ്ട്. ഈ അടിച്ചു കൂട്ടി തീ ഇടുന്നതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പം നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ, പക്ഷെ അവർ ചെയ്യുമ്പോൾ നമുക്കത് വളരെ സിമ്പിളായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര സ്പീഡിലാണ് കൊടുത്തേക്കുന്നത്, കാരണം ഇത് കുറേ സമയം എടുത്തിട്ടാണ് അടിച്ചു വരുന്നത്. അപ്പോൾ അടിച്ചു വാരി ഞാൻ ഓരോ സൈഡിലേക്ക് ഇങ്ങനെ കൂട്ടിയിട്ടാണ് കേട്ടോ തീയിടുന്നത്. അപ്പോൾ എൻ്റെ മോളെൻ്റെ പിന്നാലെ ഇടുന്ന എന്നെ സഹായിക്കാമെന്ന് പറയില്ല, ഇരട്ടിപ്പണി തരികയാണ്. അപ്പോൾ ആൾക്കാരായിരിക്കും ബാലവേല ചെയ്യിക്കുക അങ്ങനത്തെ കമൻറ്റൊന്നും ഇടരുത് കേട്ടോ, കാരണം അവളുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യുന്നതാണ്. ഞാനിതേപോലെ തന്നെയായിരുന്നു ചെറുപ്പത്തിൽ. എൻ്റെ അമ്മയോ തീയുടെ അടിച്ചു വാരി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഞാൻ അതിൻ്റെ പിന്നാലെ ചൂലും കെട്ടെടുത്ത് ഇങ്ങനെ നടക്കും കേട്ടോ, കുഞ്ഞിച്ചൂലൊക്കെ ഉണ്ടാക്കിയിട്ട്. അതേപോലെ തന്നെ എൻ്റെ മോളും കേട്ടോ. ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എൻ്റെ മൂട്ടിൽ തന്നെ ഇങ്ങനെ കിടന്ന് നടക്കും. പിന്നെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ കത്തിക്കാനുണ്ടായിരുന്നു, അതും കൂടെ കൂട്ടി അതിൻ്റെ കൂടെ ഞാനിട്ട് കത്തിച്ചു. അപ്പോൾ തന്നെ ചൂട് കാരണം മനുഷ്യൻ ഒന്ന് വേഗം ചെന്ന് കുളത്തിലേക്ക് ചാടാനുള്ളൊരു ഫീലായിരുന്നു കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ചൂടാണ് കേട്ടോ. അപ്പം അങ്ങനെ അടിച്ചുകൂട്ടലും തീയിടലൊക്കെ കഴിഞ്ഞപ്പോൾ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും അമ്മയും ഉണ്ണികളൊക്കെ കൂടി ഉമ്മറത്തിരുന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബായ്.